പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ തുടർ നടപടികൾ ഊർജിതമാക്കി പോലീസ്. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പും ഉടനുണ്ടാകും. കേസിൽ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും പോലീസ് നീക്കം തുടങ്ങിയതായാണ് സൂചന. അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ്, ഇതിലിപ്പോ പല തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ 3 ദിവസത്തോളം പീഡനം നടന്നു, ഈ ഹോസ്റ്റലിന്റെ മുറ്റത്തിട്ട് നഗ്നനായി പീഡിപ്പിച്ചു, കുറ്റവിചാരണ നടത്തി, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിലൊക്കെ ഒരു വ്യക്തതയും സ്ഥിരീകരണവും വരണമെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റഡിയിലായ പ്രതികൾ എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥികളിൽ നിന്നുള്ള മൊഴികൾ ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ചോദ്യം ചെയ്യൽ, നിലവിൽ കസ്റ്റഡിയിലായവരുടെ ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അവരിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? ഇനി ആരെങ്കിലും കൂടുതലായി പിടിക്കാനുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ടോ? നിലവിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട 18 പേരും പിടിയിലായിട്ടുണ്ട്. കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടം ഇതോടെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ ആദ്യഘട്ടത്തിൽ പിടിയിലായ 6 പ്രതികളെ തിങ്കളാഴ്ച വരെ കോടതി പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഇവരെ അടക്കം ഇനി മുഴുവൻ പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഈ സംഭവ സ്ഥലങ്ങളിൽ ഇവരെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. ഈ 4 സ്ഥലങ്ങളിലും, അതായത് ഈ കോളേജ് ഹോസ്റ്റലിന്റെ ഡോർമെറ്ററി, അതുപോലെ കോളേജ് ഹോസ്റ്റലിലെ ഈ സിദ്ധാർത്ഥ് താമസിച്ചിരുന്ന മുറി, അതുപോലെ തന്നെ സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ചതായി കാണപ്പെട്ട ബാത്റൂം, അതുപോലെ ഈ ഹോസ്റ്റലിന്റെ നടുമുറ്റം, അവിടെ സമീപത്തുള്ള കുന്ന്, ഈ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി ഇവനെ ഉപദ്രവിച്ചിട്ടുണ്ട്, ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിരുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം ഇനി ഈ പ്രതികളെയും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും. അതിനു മുമ്പ് ഈ കസ്റ്റഡിയിൽ വാങ്ങുന്ന പ്രതികളെ മുഴുവൻ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. ഇപ്പോൾ പോലീസിന്റെ പ്രതിപട്ടികയിലുള്ള 18 പേരും പിടിയിലായിട്ടുണ്ട്. 18 പേരാണ് പോലീസിന്റെ പ്രതിപട്ടികയിൽ ഉള്ളത്. അതേസമയം 18 പേരല്ല ഈ സംഭവത്തിൽ ഉള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. പോലീസും ആ കാര്യം പറയുന്നുണ്ട്. ഈ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാം, കൂടുതൽ ആളുകളെ പ്രതി ചേർക്കേണ്ടി വരും എന്ന് പോലീസ് പറയുന്നുണ്ട്. അത് ഈ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടിയാണ് അത്തരം കാര്യങ്ങളിലേക്ക് എത്തുക. എന്തായാലും ഇപ്പോൾ കോളേജിന്റെ ആന്റി റാഗിംഗ് കമ്മിറ്റി ചേർന്ന് 31 വിദ്യാർത്ഥികൾക്കെതിരെ ആക്ഷൻ എടുത്തിരുന്നു. അതിൽ 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷം പഠനവിലക്ക് ഏർപ്പെടുത്തി. അത് പ്രകാരം തന്നെ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് 18 പേരാണ്. അതല്ലാത്ത ഒരു ആൾക്ക് എതിരെ കൂടി കോളേജ് ഇപ്പോൾ 3 വർഷത്തെ പഠനവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ സിദ്ധാർത്ഥന്റെ ദേഹത്തിൽ കാണപ്പെട്ട മുറിവുകൾക്ക് 2-3 ദിവസത്തിന്റെ പഴക്കമുണ്ടായിരുന്നുവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ചാണ് മാധ്യമങ്ങളിൽ ഈ രീതിയിൽ 3 ദിവസത്തോളം ഈ പീഡനം നടന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നത്. അപ്പോൾ സ്വാഭാവികമായി 3 ദിവസമൊക്കെ ഒരാളെ ഈ രീതിയിൽ പലയിടങ്ങളിലായി കൊണ്ടുപോയി പീഡിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, മർദ്ദന മുറകൾക്ക് വിധേയമാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായ കാരണം ഒരു പക്ഷേ ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണമല്ലോ. അക്കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? ഈ പിടിയിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസ് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? അത്തരത്തിലുള്ള സൂചനകളൊന്നും നൽകുന്നില്ല. അതേസമയം ക്രൂരമായ ഈ പീഡനത്തിനിരയായിട്ടുണ്ട് എന്നതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നില്ല. വിദ്യാർത്ഥികൾ പറയുന്നത് ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ ഒരുപാട് ദുരൂഹതകളുണ്ട്. കാരണം ഈ പെൺകുട്ടിയെ സിദ്ധാർത്ഥൻ ഉപദ്രവിച്ചു എന്നതാണ് ഏക കാരണമായി അറിയാൻ കഴിയുന്നത്. പക്ഷെ ഇതിൽ തന്നെ ഉള്ള ദുരൂഹത എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ മരിച്ച ദിവസം മാത്രമാണ് ഇങ്ങനെ ഒരു പരാതി കോളേജിൽ എത്തുന്നത് എന്നതാണ്. ഇങ്ങനെ കോളേജിൽ എത്തുന്ന പരാതി സിദ്ധാർത്ഥ് മരിച്ച് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇന്റേണൽ കമ്മിറ്റി ചേർന്ന് ഈ പരാതി പരിശോധിക്കുകയും അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് കമ്മിറ്റി ചേർന്നതിന് ശേഷം സിദ്ധാർത്ഥൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഈ പരാതി തീർപ്പാക്കുകയും ചെയ്യുകയാണ്. അതായത് ഈ സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് സിദ്ധാർത്ഥന് മർദ്ദനമേറ്റത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു കുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചതാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ പരാതിയുടെ സമയക്രമം കാണാനുള്ളത്. അതായത് ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ ആ കുട്ടിക്കെതിരെയുള്ള പരാതി ഉണ്ടാവുക എന്നത് അത്ര സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മാത്രവുമല്ല, ആ മരിച്ച ദിവസം സിദ്ധാർത്ഥൻ എന്തെങ്കിലും ചെയ്തു എന്നല്ല പരാതി ഉള്ളത്. 3-4 ദിവസം മുമ്പ് എന്തോ മോശമായി പെരുമാറി എന്നാണ് ആ പരാതി പ്രകാരം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെയും സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷമല്ല ആ പരാതി നൽകുക. സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷം
ശേഷമാണ് ആ പരാതി കോളേജിൽ എത്തിയിട്ടുള്ളത്. അതിനുശേഷം ഈ കോളേജ് സിദ്ധാർത്ഥ് മരിച്ചു എന്നത് 18-ാം തീയതി കോളേജിൽ എല്ലാവർക്കും മനസ്സിലായതാണ്, അറിയാവുന്നതാണ്. അതിനുശേഷവും ഈ പരാതി എഴുതി വാങ്ങി ആ കോളേജ് അധികൃതർ ചില അധ്യാപകരടക്കം അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഈ സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷം ലഭിച്ച പരാതി അവിടെ വെച്ച് പരാതിക്ക് അടിസ്ഥാനമില്ല, ഇനി ഈ പരാതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഒഴിവാക്കുന്നതിന് പകരം സിദ്ധാർത്ഥൻ മരിച്ചു എന്നത് ഉറപ്പായതിനു ശേഷവും ചില അധ്യാപകർ അതിൽ ഒപ്പിടുകയും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള അഭിഷേക് എസ് എന്ന് പറയുന്ന SFI യൂണിയൻ ഭാരവാഹി ഈ ഇന്റേണൽ കംപ്ലൈന്റ് അതോറിറ്റിയിലുണ്ട്. ഈ ആഭ്യന്തര പരിഹാര സെല്ലിലുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇവരടക്കമുള്ള ആളുകളാണ് ഈ പരാതി എഴുതി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ സിദ്ധാർത്ഥൻ മരണത്തിന് കാരണമായി, സിദ്ധാർത്ഥനെ മരിക്കുന്നതിന് മുമ്പുള്ള മർദ്ദനത്തിന് കാരണമായി പറയുന്ന ഏക കാരണം, പുറത്തേക്ക് കേൾക്കുന്ന ഏക കാരണം ഒരു വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി എന്നതാണ്. അത് തന്നെയും ആ പരാതി ഉണ്ടാകുന്നത് സിദ്ധാർത്ഥൻ മരിച്ചതിനു ശേഷമാണ്. യഥാർത്ഥത്തിൽ ഇതിലൊക്കെയും ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ശരി അനീസ് സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ദുരൂഹതകൾ ഇപ്പോഴുമുണ്ട്. ഈ ദുരൂഹതകൾക്കൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടത് പോലീസാണ്. നിലവിൽ കസ്റ്റഡിയിലായവരിൽ നിന്നുള്ള മൊഴിയെടുപ്പ്, ചോദ്യം ചെയ്യൽ, അതിൽ നിന്ന് മാത്രമേ ഈ ദുരൂഹതകൾക്കൊക്കെയുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയൂ. പക്ഷേ ഈ ഘട്ടത്തിലും പോലീസിൽ നിന്ന് ഇതെന്തിനിത് ചെയ്തു, ഇത്രയും നടുക്കുന്ന ഞെട്ടിക്കുന്ന ക്രൂരത, 3 ദിവസത്തോളം ഈ വിദ്യാർത്ഥിയെ കെട്ടിയിട്ട് നഗ്നനാക്കി ആൾക്കൂട്ട വിചാരണ നടത്തി എന്നൊക്കെ പറയുമ്പോൾ അതിന് കൃത്യമായ കാരണമുണ്ടാകും. എന്താണ് ആ കാരണം? ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കാരണം ആണോ അത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. വരും മണിക്കൂറുകളിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം കാര്യങ്ങളിൽ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ടി അനീസ് സലീം.